ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ശ്വാസമെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ നെഞ്ചിൽ ഒന്ന് കൈവച്ച് നോക്കൂ. ആ ഹൃദയമിടിപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറയാം. കാരണം നിങ്ങൾ ജീവനോടുകൂടെയുണ്ട്. ഇന്നലെ രാത്രി നിങ്ങളുടെ കിടപ്പറയിൽ മരണത്തിൻ്റെ മാലാഖ വന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തെല്ല് ഭയത്തോടെ ചിന്തിക്കാം. നിങ്ങളൊരു തടിയുടെ പെട്ടിയിൽ ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു. കൺപോളകൾ ചലിക്കുന്നില്ല. ശരീരം തണുത്തുറഞ്ഞ് ഉറങ്ങിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ചുറ്റും നിന്ന് കരയുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങളൊരു ശവപ്പെട്ടിയിലാണ്. ആ ഭയാനകമായ ഇരുട്ടിലേക്ക് നിങ്ങൾ വീണുപോയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയോ നരകത്തിൻ്റെയോ വാതിൽക്കൽ എത്തി നിൽക്കുന്നു. അവിടുത്തെ അഗ്നിയും വേദനയും കണ്ട് നിങ്ങളുടെ ആത്മാവ് ഭയന്ന് വിറയ്ക്കുകയാണ്. എല്ലാം കഴിഞ്ഞു എന്ന് കരുതി നിങ്ങൾ നിലവിളിച്ച ആ നിമിഷത്തിലാണ് പെട്ടെന്ന് ആ പെട്ടിയുടെ വാതിൽ തുറക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ പ്രകാശം നിങ്ങളുടെ മേൽ പതിക്കുന്നു. ഇതാ, നിങ്ങൾ മരിച്ചിട്ടില്ല. ദൈവം നിങ്ങൾക്ക് ഒരു ദിവസം കൂടി തന്നിരിക്കുന്നു. നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനും പരിഹാരം ചെയ്യാനും അവിടുത്തെ കാരുണ്യം നിങ്ങൾക്ക് തന്ന ഒരൊറ്റ അവസാന അവസരമാണിത്. എത്രയോ വലിയ ആശ്വാസമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണിത്. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. കത്തോലിക്ക അല്ലാത്ത അകത്തോലിക്ക വിശ്വാസികൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ദയവായി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും വൈദികരുടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും കണ്ട് ശുദ്ധീകരണത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് വീണ്ടും ആ ശവമഞ്ചത്തിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം മുൻപ് നമ്മൾ ചിന്തിച്ച ആ ശവപ്പെട്ടിയിലേക്ക് വീണ്ടും മടങ്ങി വരാം. നാം ഒരുപക്ഷെ മരിച്ചു പോയിരുന്നുവെങ്കിൽ അനുരഞ്ജനപ്പെടാൻ നമുക്ക് ലഭിക്കുമായിരുന്ന എത്രയോ വലിയ അവസരങ്ങളാണ് നഷ്ടപ്പെടുക. പിണങ്ങിപ്പോയ ഭർത്താവിനോട്, പിണങ്ങിപ്പോയ ഭാര്യയോട്, പിണങ്ങിപ്പോയ സഹോദരനോട്, സഹോദരിയോട്, പിണങ്ങിപ്പോയ മക്കളോട്, അപ്പനോട്, അമ്മയോട്, പിണങ്ങിപ്പോയ മുത്തച്ഛനോട്, മുത്തശ്ശിയോട്, പിണങ്ങിപ്പോയ കൂട്ടുകാരോട്, അയൽക്കാരോട് ഒരു വാക്ക് ക്ഷമ ചോദിക്കാൻ ഇനി നമുക്ക് കഴിയില്ലായിരുന്നു. മക്കളെയോ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയെയോ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ ഒന്ന് ചുംബിക്കാൻ പോലും സാധിക്കാതെ പോയേനെ. ദേവാലയത്തിൽ പോയി ഒരു നല്ല കുമ്പസാരം നടത്താൻ ആഗ്രഹിച്ചാലും അതിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനി നമുക്കൊരിക്കലും ചെയ്യാനാകില്ല. ഒരു നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടായിട്ടും അത് നാളേക്ക് മാറ്റിവെച്ചതിൻ്റെ വലിയ സങ്കടം ആത്മാവിനെ വല്ലാതെ അലട്ടും. മരണത്തിൻ്റെ നിശബ്ദതയിൽ നമ്മൾ ഓർക്കും, കഷ്ടം, എനിക്ക് ഒരൊറ്റ ദിവസം കൂടി, ഒരു മണിക്കൂറെങ്കിലും കൂടി ലഭിച്ചിരുന്നെങ്കിൽ
ഞാൻ എല്ലാം ശരിയാക്കുമായിരുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ വെറും കൈയോടെ നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥ എത്രയോ ഭയാനകമാണ്. മരണത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് ദൈവത്തിൻ്റെ കർശനമായ നീതിവിധിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നാം അതീവ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ പോലും അവിടെ വെളിപ്പെടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങളും നാളേക്ക് മാറ്റിവെച്ച നന്മകളും അവിടുന്ന് കണക്കെടുക്കും. ദൈവത്തിൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾക്ക് മുൻപിൽ നമുക്ക് ഒളിക്കാൻ ഒരിടവും ഉണ്ടാകില്ല. വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച നാളുകളെക്കുറിച്ച് നിങ്ങളും ഞാനും തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അവിടുത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവിൻ്റെ വരവ്. ആ വിധി ദിവസത്തിൽ നമ്മുടെ സമ്പത്തോ കൂട്ടുകാരോ ബന്ധുക്കളോ പദവിയോ ബാങ്ക് ബാലൻസോ നമ്മെ രക്ഷിക്കാൻ എത്തില്ല. നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധി മാത്രമാണ് അവിടെ വിലയിരുത്തപ്പെടുക. കർത്താവിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ആ നിമിഷത്തെക്കുറിച്ച് ഭയത്തോടെയും വിറയലോടെയും ഓർക്കുക. ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ തീർച്ചയായും തകർക്കേണ്ടതുണ്ട്. അവിടുത്തെ സ്നേഹത്തെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നോർക്കുമ്പോൾ ആത്മാവിൽ വലിയ ദുഃഖം തീർച്ചയായും വന്നു നിറയണം. കുരിശിൽ കിടക്കുന്ന ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ ആഴം മനസ്സിലാകും. കർത്താവ് തന്ന ആയുസ്സും ആരോഗ്യവും നാം ഓരോരുത്തരും പാപവഴികളിലാണ് ചിലവഴിച്ചത് എന്ന ചിന്ത കണ്ണീരായി മാറണം. മനം നൊന്ത് കരയുന്ന ഒരു പാപിയുടെ കണ്ണീരാണ് ദൈവമുൻപിൽ ഏറ്റവും വിലപ്പെട്ടത്. മാറ്റിവെച്ച കുമ്പസാരങ്ങളും ദൈവത്തോട് കാണിച്ച അനാദരവും ഓർത്ത് ഉള്ളം ഉരുകി പ്രാർത്ഥിക്കാം. ഈ നിമിഷം കഠിനമായ ഹൃദയങ്ങൾ ദൈവകൃപയാൽ ഇന്ന് ഈ നിമിഷം വചന കേൾവിയിലൂടെ വിചിന്തനത്തിലൂടെ ഉരുകിത്തീരട്ടെ. ഈ ആത്മീയ ദുഃഖമാണ് നമ്മെ വിശുദ്ധിയിലേക്കും ദൈവത്തിലേക്കും തിരികെ നടത്തുന്നത്. നമ്മുടെ പാപങ്ങളുടെ ആഴത്തേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ കൃപ. നാം എത്ര വലിയ പാപിയാണെങ്കിലും അവിടുത്തെ കാരുണ്യത്തിൻ്റെ അരുവി നമ്മെ കഴുകി വിശുദ്ധീകരിക്കും. അർഹതയില്ലാത്ത നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി തന്നത് ഈ കൃപയുടെ അടയാളമാണ്. നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഈ കൃപ നമ്മെ നിർബന്ധിക്കുന്നു. പാപക്കറകളെ കഴുകിക്കളയുന്ന തിരുരക്തത്തിൻ്റെ ശക്തി ഈ നിമിഷം നമ്മിലേക്ക് ഒഴുകുകയാണ്. പ്രിയ സഹോദര സഹോദരി, വിശുദ്ധ സഭയിലൂടെയും സഭയുടെ കൂദാശകളിലൂടെയും ദൈവം അവിടുത്തെ കൃപ സമൃദ്ധമായി നമുക്കോരോരുത്തർക്കും ചൊരിഞ്ഞു നൽകുന്നു. ഈ കൃപ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി തുറന്നു കൊടുക്കുകയേ വേണ്ടൂ. വീണുപോയ അവസ്ഥയിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്തുന്നത് അവിടുത്തെ അളവറ്റ കൃപ മാത്രമാണ്. ഇനി എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നമ്മുടെ കോപവും അഹങ്കാരവും ശാഠ്യങ്ങളും പകയും കുറ്റപ്പെടുത്തലുകളും ഈശോയുടെ പാദങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം ഇപ്പോൾ തന്നെ. നാളെയെക്കുറിച്ചുള്ള ആകുലതകളും ഇന്നലെയുടെ പരാജയങ്ങളും അവിടുത്തെ കൈകളിൽ
ഏൽപ്പിക്കാം. ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ പൂർണ്ണമായി ശൂന്യരാകാം. വിട്ടുകൊടുക്കാത്ത ശാഠ്യങ്ങളും ക്ഷമിക്കാത്ത ഹൃദയങ്ങളും അവിടുത്തെ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അമരക്കാരനായി ഈശോയെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കാം. സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളിൽ മാത്രമാണ് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ തിരുവിഷ്ടത്തിന് മുൻപിൽ പൂർണ്ണമായി കീഴടങ്ങുന്നതാണ് യഥാർത്ഥ ആത്മീയത. കുരിശിലെ ബലിയിലൂടെ കർത്താവായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നേടിത്തന്നത് ശാശ്വതമായ രക്ഷയാണ്. അവിടുത്തെ തിരുമുറിവുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമാണ് നമ്മുടെ കടബാധ്യത വീട്ടിയത്. നാം നരകത്തിൻ്റെയോ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയോ വേദനകളിൽ അകപ്പെടാതിരിക്കാൻ അവിടുന്ന് നമുക്ക് ജീവൻ തന്നു. ഈ രക്ഷ സൗജന്യമായി ലഭിച്ചതാണെങ്കിലും അത് നിലനിർത്തേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് പ്രകാശത്തിൻ്റെ മക്കളാക്കി മാറ്റി. ഹൃദയപൂർവം പശ്ചാത്തപിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ രക്ഷയ്ക്ക് അർഹനാണ്, അർഹയാണ്. ഇന്ന് ഈ തത്സമയ വചന വിചിന്തനത്തിലൂടെ കർത്താവ് നിങ്ങളുടെ ആത്മാവിനെ രക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്നു. രക്ഷകനായ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് കൃതജ്ഞതയോടെ, ഒത്തിരി കൊതിയോടെ തന്നെ സ്തുതിക്കാം. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് ജീവന്റെ പ്രകാശത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. ശവപ്പെട്ടിയിൽ അടയ്ക്കപ്പെടേണ്ടിയിരുന്ന എനിക്ക് നിങ്ങൾക്ക് ഈ നിമിഷം വീണ്ടും നൽകിയതിന് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണം നാം ഓരോ ദിവസവും ജീവിച്ചു തീർക്കാൻ. പ്രിയ സഹോദര സഹോദരി, ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ജീവൻ ഏറ്റവും വലിയ മിറക്കിൾ തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും തളരാതെ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് പഠിക്കാം. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് വീണ്ടും അവിടുത്തെ പൈതങ്ങളായി സ്വീകരിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കൃതജ്ഞത നിറഞ്ഞ ഒരു ഹൃദയത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ തനിയെ ഒഴുകിയെത്തും. ജീവനുള്ള നാളുകൾ അത്രയും എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തുതി പാടും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ദൂരെ എങ്ങുമല്ല. അവിടുന്ന് ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ, എൻ്റെ കൂടെ തന്നെയുണ്ട്. വചനം ശ്രവിക്കുന്ന നിങ്ങളുടെ മുറിക്കുള്ളിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടുത്തെ ജീവനുള്ള സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ശവപ്പെട്ടിയുടെ ഭയത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച കർത്താവ് ഇതാ നമ്മുടെ അരികിലുണ്ട്. അവിടുത്തെ സാന്നിധ്യം ഹൃദയത്തിൽ സമാധാനവും ധൈര്യവും നിറയ്ക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അവിടുന്ന് അരുൾ ചെയ്യുന്നു. ഈ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും അലിഞ്ഞ് ഇല്ലാതാകും. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. നിശബ്ദമായി, ശാന്തമായി ആ ദിവ്യ സാന്നിധ്യം നിങ്ങളുടെ ആത്മാവിലേക്ക് അലിഞ്ഞിറങ്ങട്ടെ. പാപത്തിൻ്റെ ദീർഘനിദ്രയിൽ നിന്ന് ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, ഇനി നമ്മൾ മടിയോടുകൂടി ജീവിക്കരുത്. ആത്മീയമായി ജാഗ്രതയുള്ളവരാകണം. നാളെ എന്ന് കരുതി മാറ്റിവെച്ച പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അനുരഞ്ജനത്തിൻ്റെ വഴികളും ഇന്ന് തന്നെ ആരംഭിക്കണം. കർത്താവിൻ്റെ വരവിനായി
എണ്ണ കരുതിയ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. വിദ്വേഷവും വൈരാഗ്യവും പിണക്കങ്ങളും അസൂയയും ഒക്കെ അവസാനിപ്പിച്ച് സ്നേഹത്തിൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് ഉണരാം. ഈ വചന വിചിന്തനം നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. അലസത വെടിഞ്ഞ് ദൈവരാജ്യത്തിനായി തീക്ഷ്ണതയോടെ ജീവിക്കാൻ നമുക്ക് ഉറപ്പുള്ള തീരുമാനമെടുക്കാം. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പുതിയൊരു പ്രഭാതം നമ്മിൽ ഉദിക്കട്ടെ.